പാലക്കാട് നിയോജക മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളും കോടിപതികൾ. UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടിക്ക് 3,66,00,000 രൂപയുടെ ആസ്തിയുണ്ട്. LDF സ്ഥാനാർത്ഥി NMR റസാഖിന് 2,60,00,000 രൂപയുടെ ആസ്തിയും. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 1,95,00,000 രൂപയുടെ ആസ്തിയുമാണുള്ളത്. ഗോകുൽ VS ആണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേരുന്നത്. ഗോകുൽ, എങ്ങനെയാണ് ഈ കോടികളുടെ കണക്കുകൾ? ഇന്നലെ നോമിനേഷൻ നൽകിയപ്പോൾ അതിൽ നിന്നുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പാലക്കാട്ടെ 3 സ്ഥാനാർത്ഥികളും കോടിപതികളാണെന്നുള്ളതാണ്. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ആദ്യം UDF സ്ഥാനാർത്ഥി പരിശോധിക്കുകയാണെങ്കിൽ പിഷാരടിക്ക് 3,66,00,000 രൂപയുടെ ആസ്തിയുണ്ട്. LDF സ്ഥാനാർത്ഥി NMR റസാഖിന് 2,60,00,000 രൂപയുടെ ആസ്തിയുണ്ട്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന് 1,95,00,000 രൂപയുടെ ആസ്തിയാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് നോമിനേഷൻ ഇവർ 3 പേരും സമർപ്പിച്ചത്. ഈ നോമിനേഷനിലുള്ള വിവരങ്ങളാണുള്ളത്. പിഷാരടി നോക്കുകയാണെങ്കിൽ അതായത് കരഭൂമിയായി 97 ലക്ഷം രൂപ മതിപ്പ് വരുന്ന ഒരു സ്ഥലം കൂടി പിഷാരടിക്ക് ഇതിന് പുറമെ ഇതിൽ ചേർത്തിട്ടുണ്ട്, നോമിനേഷനിൽ ചേർത്തിട്ടുണ്ട്. അത്തരത്തിൽ പാലക്കാട്ടെ നമ്മൾ നോമിനേഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഈ 3 പേരും കോടിപതികളാണെന്നാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, പാലക്കാട്ടെ സ്ഥാനാർത്ഥികളുടെയൊക്കെ സംബന്ധിച്ച് അവരുടെ പ്രചരണമൊക്കെ വലിയ രീതിയിൽ തന്നെ കൊഴുക്കുകയാണ്. ശക്തമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ ഓരോ വിവരങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് നോക്കി അവരുടെ ആസ്തികളെ കുറിച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടികളുടെ കണക്ക് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ.